നമസ്കാരം. കോഹിനൂർ ജെംസ് നിങ്ങളുടെ ഇന്നിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ, രത്ന, വാസ്തു, ഫാങ്ഷുയി സംബന്ധിച്ച ശാസ്ത്രീയമായ സംശയങ്ങൾക്കും അറിവുകൾക്കും തത്സമയം ആർ ബാബു നരേന്ദ്ര മറുപടി നൽകുന്നു. പ്രേക്ഷകർക്ക് താഴെക്കാണുന്ന നമ്പറിൽ തത്സമയം വിളിക്കാവുന്നതുമാണ്. ലൈനിൽ കിട്ടാത്ത പ്രേക്ഷകർക്ക് SMS വഴിയും സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം സാർ. നമസ്കാരം. ആരംഭിക്കാം. നമസ്കാരം. ഇന്ന് ചൊവ്വാഴ്ച. ഇന്നത്തെ നേരം ചുവപ്പാണ്. 1190 മീനമാസം 17-ാം തീയതി മകൻ നക്ഷത്രം. നാളെ 20:37 വിനാഴി വരെയുണ്ട്. മിതഭാഷികളായ ഇവർ നിഷ്കളങ്കരായിരിക്കും. ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവരോട് വെറുപ്പും ദേഷ്യവുമായിരിക്കും ഈ ആൾക്കാർ കാണിക്കുക. അതിനാൽ തന്നെ മുൻകോപം കൂടും. ഇത് പല പരാജയങ്ങളും വരുത്തിക്കൂട്ടും. പൊതുക്കാര്യങ്ങൾ ശോഭിക്കാൻ കഴിവുള്ളവരായിരിക്കും. പൊതുവെ അത്ര അനുകൂലമായ സമയമല്ല. ശനിദോഷം തുടരുന്നു. അത് 2017 സെപ്റ്റംബർ വരെ ഉണ്ട്. അങ്ങനെയാണ് കടന്നു പോകുന്നത്. എന്നാൽ നമുക്ക് ആദ്യമായി പ്രേക്ഷകരിലേക്ക് തന്നെ പോകാം. നമസ്കാരം. കോഹിനൂർ ജെംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ഹലോ. നമസ്കാരം. പേര് പറയൂ. എന്റെ പേര് ഗീത. പറഞ്ഞോളൂ. എവിടുന്നാണ് വിളിക്കുന്നത്? ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. ശരി, പറയൂ. എന്താണ് അറിയേണ്ടത്? ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 28 ഫെബ്രുവരി 1986. 20th ഫെബ്രുവരി 1986. 9:53 AM. ജനിച്ച സ്ഥലം? തൃശ്ശൂർ ഡിസ്ട്രിക്ട്. 28/2/86 അല്ലേ? അതെ. ചിത്ര നക്ഷത്രം. ചിത്ര നക്ഷത്രം. എന്താ അറിയണ്ടേ? കല്യാണത്തിനെ കുറിച്ച് അറിയണം, ജോലി, അതിന്റെ കാര്യങ്ങള്. ഇപ്പോൾ ഏഴശനി കാലമാണ്. ഏഴശനിയുടെ ലാസ്റ്റ് 2.5 വർഷമാണ്. അത് സെപ്റ്റംബർ 2017 കഴിഞ്ഞാൽ കഴിയും. ഏഴശനിക്കാലത്ത് വിവാഹമൊക്കെ നടക്കാറുണ്ട്. പക്ഷെ ഒന്നും വന്നിട്ട് ശരിയാവണില്ല. അതാ തടസ്സവും താമസവും കഴിഞ്ഞേ അത് നടക്കുകയുള്ളൂ. ഏഴശനിക്കാലത്ത് എല്ലാ കാര്യങ്ങളും, വിവാഹം മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും താമസങ്ങളും അതുമൂലമുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഇതിനകത്ത് ശനി നിൽക്കുന്നത് ചൊവ്വ എന്ന ഒരു നീചഗ്രഹത്തിൻ്റെ കൂടാണ്. അപ്പോൾ ശനിയുടെ ആ ചീത്തത്വം വർദ്ധിക്കും. അതേസമയം ഏഴശനിക്കാലത്ത് വിവാഹം നടക്കാറുണ്ട്. ഉണ്ട്. അപ്പം പിന്നെ ഒരു കാര്യമുള്ളത്, ഇതിനകത്ത് 7ാം ഭാവത്തിൽ, അതായത് വിവാഹഭാവത്തിൽ കേതു എന്ന് പറഞ്ഞൊരു നീചഗ്രഹമുണ്ട്. കേതുവിന് ഹേതു വേണ്ടെന്നാണ്. ഒരു കാരണമില്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് കേതു. അപ്പോൾ ഇതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ തന്നെ വിവാഹം നടക്കാനുള്ള സാധ്യത. അപ്പം ഇപ്പം നടക്കേണ്ട സമയമാണ്. ശരി. ജോലി മാറാൻ പറ്റിയ സമയമല്ല. ഇപ്പം വ്യാഴം അനുകൂലമല്ല. വ്യാഴം ഗോചരം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഗ്രഹം അനുസരിച്ച് വ്യാഴം അനുകൂലമല്ല. അത് 15/7/2015 ശേഷം അനുകൂലമാകും. ആ സമയത്ത് വേണമെങ്കിൽ മാറാം. അതെ, 15 ജൂലൈ. ഈ വർഷം 15 ജൂലൈ കഴിഞ്ഞാൽ ഓക്കെ. എനിക്ക് ഒരാളുടെ കൂടി അറിയാണ്ടായിരുന്നു. ഗീത ലൈനിൽ മറ്റു പ്രേക്ഷകർ നിൽക്കുന്നു. വീണ്ടും വിളിക്കുന്നത് ഉചിതമായിരിക്കും. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു കോളിലേക്ക് തന്നെ പോകാം. നമസ്കാരം. കോഹിനൂർ ജെംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. ഹലോ. നമസ്കാരം. പേര് പറഞ്ഞോളൂ. പേര് സോണി എന്നാണ്. ഡേറ്റ് ഓഫ് ബർത്ത് സോണി. എവിടുന്നാണ് വിളിക്കുന്നത്? 1978 ജനുവരി 24. 1978 ജനുവരി 24. സമയം, സ്ഥലം? സമയം 6:46 PM. സ്ഥലം? കൊല്ലം. പൂയ നക്ഷത്രമാണ്. പൂയ നക്ഷത്രം. എന്റെ ഹസ്ബൻഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇതാരുടെയാണ്? ഇതെന്റേത്. ഇത് പറയട്ടെ. ഹസ്ബൻഡിന്റെ ഇത് രത്നക്കൂടി അറിയണമായിരുന്നു. ഇതിനകത്ത് എന്തൊക്കെ അറിയണം? ഇതിന്റെ ഇപ്പോൾ സമയവും ഏത് സ്റ്റോൺസ് ആണ്, ലക്കി സ്റ്റോൺസും ബർത്ത് സ്റ്റോൺസും. ഇപ്പം ഏതായാലും ശനിയുടെ ഒരു 5ൽ ശനി എന്ന് പറയാം. അത്ര അനുകൂലമല്ല.
അത് സെപ്റ്റംബർ 2017 വരെയുണ്ട്. പല കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ വ്യാഴം ഇപ്പോൾ അനുകൂലമല്ല. വ്യാഴം അനുകൂലമാണെങ്കിൽ 15/7/2015 കഴിയണം. അപ്പോൾ ഈ 2 ഗ്രഹങ്ങളും ഇപ്പോൾ അനുകൂലമായ സ്ഥാനത്തല്ല. അപ്പം പൊതുവെ ഒരു തടസ്സങ്ങളും താമസങ്ങളും എല്ലാം മനഃപ്രയാസമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഇതിനകത്ത് ഏറ്റവും അനുകൂലമായ രത്നം വ്യാഴത്തിൻ്റെയാണ്. ഭാഗ്യസ്ഥാനത്ത് കേതു നിൽക്കുന്നുണ്ട്. ഭാഗ്യത്തിൻ്റെ അധിപൻ വ്യാഴമാണ്. വ്യാഴത്തിൻ്റെ ഒരു യെല്ലോ സഫയർ ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. 2.5 തൊട്ട് 3.5 കാരറ്റ് വരെയുള്ള യെല്ലോ സഫയർ ഇടത്തെ കയ്യിൽ ചൂണ്ടുവിരലിൽ വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. ഓക്കെ. ഹസ്ബൻഡിന്റെ പൂരാടം നക്ഷത്രം 1974 ഡിസംബർ 16 1:30 AM. 1900 ഹലോ, ഒന്നുകൂടെ പറയും. 74 ഡിസംബർ 16. സമയം 1:30 AM. സ്ഥലം തിരുവനന്തപുരം. പൂരാടം. 1:03 AM ആണ്. 1 3 ആണ്. 30 അല്ല, 1:03 AM. പൂരാടം. പൂരാട നക്ഷത്രം. ഇതിനകത്ത് ഏറ്റവും അനുകൂലമായ രത്നം ശുക്രൻ്റെ ആണ്. ഒരു വെള്ളപുഷ്യരാഗം, അതാണ് ഏറ്റവും അനുകൂലമായ രത്നം. വെള്ളപുഷ്യരാഗം, വൈറ്റ് സഫയർ എന്ന് പറയും. അത് ഒരു 3 തൊട്ട് 4 കാരറ്റ് വരെ വലത്തെ കയ്യിലെ ചൂണ്ടുവിരലിൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. വെള്ളിയാഴ്ച ദിവസം. അല്ല, ഇപ്പോൾ ഏഴരശനിയാണ് തുടങ്ങിയിരിക്കുകയാണ്. 2 നവംബർ 2014 മുതൽ മാർച്ച് 2021 വരെ ഏഴരശനിയാണ്. ഏഴരശനിക്കാലത്ത് വീട് വയ്ക്കുന്നതൊന്നും അത്ര അനുകൂലമായ സമയമല്ല. എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളും അധിക ചെലവും അപ്രതീക്ഷിത ചെലവൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഏഴരശനി കണ്ടകശനിയൊക്കെ വയ്ക്കാതിരിക്കുക, ആ സമയത്ത് തുടങ്ങാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. എന്തായാലും പ്രേക്ഷകർക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിശദമായ പരിശോധനയ്ക്ക് ബാബു നരേന്ദ്രനെ നേരിട്ട് വിളിച്ചും കൺസൾട്ടേഷൻ എടുക്കാം. വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇപ്പോൾ സാധാരണ ഇപ്പം ഏഴരശനി പറഞ്ഞു ഒരു വ്യക്തി, അപ്പോൾ അദ്ദേഹത്തിന് ഇത്ര സമയം വരെ വീട് വെക്കാൻ പറ്റില്ല. പക്ഷേ ആ വീട്ടിൽ തന്നെ മറ്റുള്ള ആളുടെ പേരിൽ നല്ല സമയമാണെങ്കിൽ വീട് വെക്കാൻ പറ്റും. അതെ, മറ്റേ ഇപ്പോൾ ഭാര്യയുടെ ഭർത്താവിൻ്റെ പേരിലാണെങ്കിൽ അത് ഏറ്റവും അനുകൂലമായിരിക്കും. അല്ലെങ്കിൽ വേറെ ആളുടെ പേരിൽ പ്രായപൂർത്തിയായ മക്കളുടെ പേരിലാണെങ്കിലും വയ്ക്കാം. എന്തായാലും നമുക്ക് തിരിച്ചു വരാം. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ഗീത, പറയൂ. 4th October 1987. 4th October 1987. 87. 9:13 AM. ജനിച്ച സ്ഥലം തൃശ്ശൂർ ഡിസ്ട്രിക്ട്. 4 ഒക്ടോബർ 1987. അതെ. 9:13 AM, തൃശ്ശൂർ ജില്ല. നക്ഷത്രം അവിട്ടം അല്ലേ? അവിട്ടം. എന്താണ് അറിയേണ്ടത്? ആരുടെയാണ്? ഈ കുട്ടിക്ക് പഠിക്കാനായിട്ടോ പുതിയൊരു ജോലി കിട്ടുമെന്ന് അറിയാനാണ്. ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ആൺകുട്ടിയാണ്. ഇപ്പം കണ്ടശനി കാലമാണ്. ഇപ്പം ജോലി ഉണ്ടല്ലോ അല്ലേ? ജോലി ഉണ്ട്, പക്ഷെ ആളൊന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി, നാട്ടിലെ ജോലി, പക്ഷെ ഇങ്ങോട്ട് വരാൻ പോവാണ്. ഇപ്പം നാട്ടിൽ ജോലി ഉണ്ടെങ്കിൽ അതൊന്നും കളഞ്ഞിട്ട് വരാൻ പറ്റിയ ഒരു സമയമല്ല. കണ്ടശനി കാലത്ത് വരികയാണെങ്കിൽ ഇവിടെ ജോലി കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും. അത് മാത്രമല്ല, ഇതിനകത്ത് ഇപ്പം വ്യാഴം ശത്രുസ്ഥാനത്ത് നിൽക്കുകയാണ്. വ്യാഴമാണ് ധനത്തിൻ്റെ കാരത്തുള്ളത്. അപ്പം കൂടുതൽ ധനത്തിന് വേണ്ടി ആയിരിക്കുമല്ലോ നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പം അതൊന്നും കിട്ടാൻ പറ്റിയ ഒരു പഠിക്കാനും കൂടിയിട്ടാണ്. അപ്പം ഏതായാലും ഇപ്പം ഈ സമയം ഒരു 15/7/2015 കഴിഞ്ഞാൽ വ്യാഴം അനുകൂലമാവും. ആ സമയത്ത് വേണമെങ്കിൽ വരാം. അതെയാ? അത് ശരി. സമയം നന്നല്ല. എന്തായാലും ഗീതയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു ഫാങ്ഷുയി സംബന്ധിച്ച
ശാസ്ത്രീയമായ അറിവുകൾക്കും സംശയങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ തത്സമയം വിളിക്കാവുന്നതാണ്. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹലോ. നമസ്കാരം, പേര് പറയൂ. എൻ്റെ പേര് ഡാരിസ്. എന്താണ് പേര്? ഡാരിസ്. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 27/2/1985. സമയം, സ്ഥലം? സ്ഥലം തൃശ്ശൂരാണ്. സമയം പറയൂ. സമയം അറിയില്ല. നാളെ കാർത്തിക. കാർത്തിക നക്ഷത്രത്തിന് 60 നാഴികയുണ്ട്, അതായത് 24 മണിക്കൂറുണ്ട്. അത് മാത്രമല്ല, കാർത്തിക 2 കൂറിലാണ് വരുന്നത്. സമയം അറിയില്ലെങ്കിൽ ഏത് കൂറാണെന്ന് അറിയത്തില്ല. ഇപ്പം ഒരു കൂറുകാർക്ക് കണ്ടശനിയുണ്ട്, വേറൊരു കൂറുകാർക്ക് അഷ്ടമത്തി ശനിയാണ്. അപ്പോൾ ഏതാ ഞാൻ പറയേണ്ടത്? ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അത് പറയാൻ നിവൃത്തിയില്ല. അതൊന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്ത് ഒന്നുകൂടെ വിളിക്കുക, വിളിച്ചാൽ വളരെയധികം സമയത്തോടു കൂടി. മറ്റൊരു കോളറിലേക്ക് തന്നെ പോകാം. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്തല്ല, അതിന് കട്ടായം തോന്നുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും. അതിൽ കുറച്ച് നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലേ. ഈ ചെരുപ്പിട്ട് വീട്ടിനകത്ത് വെളിയിലിടുന്ന ചെരുപ്പ് അകത്തിടാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ വേറൊരു കാര്യം കൂടെ ഇന്നലെ പറയാൻ പറ്റുമത്. കൊച്ചു കുഞ്ഞുങ്ങളെപ്പോഴും നിലത്ത് ഇങ്ങനെ മുട്ടയിലെഴിഞ്ഞ് നടക്കുന്ന നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പം ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം നമ്മൾ അധികം കാണുന്നത് എന്താണ്? അവർക്ക് എപ്പോഴും രോഗമാണ്. ഒന്നീ ജലദോഷം, ഇല്ലെങ്കിൽ പനി, ഇല്ലെങ്കിൽ ചുമ. ഇത് വിട്ടുമാറാത്ത ഒരു കാര്യത്തിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ വീട്ടിലുള്ള മാതാപിതാക്കൾ ഈ ഹൈജീനിക്കായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതാണ് അതിൻ്റെ പ്രധാന കാര്യങ്ങൾ. അതൊന്ന്. രണ്ടാമത്, ആ വീടിപ്പോൾ അവർ ക്ലീനായിട്ട് വെച്ചെന്ന് വിചാരിക്കും, ഈ വരുന്ന ആൾക്കാർ കൂടെ ശ്രദ്ധിക്കണം. കാരണം ആ ഒരു വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ നെഗറ്റീവ് എനർജിയും കൊണ്ടല്ല ഉള്ളിലോട്ട് പോകേണ്ടത്, പോസിറ്റീവ് എനർജിയും കൊണ്ടാണ് പോകേണ്ടത്. അപ്പോൾ ഈ അനവധി സ്ഥലങ്ങളിലിട്ട് ചെരുപ്പ് ഒരിക്കലും വീട്ടിനകത്ത് ഇടാൻ പാടില്ലെന്ന് പറഞ്ഞതിൻ്റെ വേറൊരു കാര്യം ഇതാണ്. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് പല അസുഖങ്ങളും വരാൻ ഒരു കാരണം ഇത് തന്നെയാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ പല സിനിമകളും അല്ലാതെയും ഇതൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഫ്രിഡ്ജിനകത്തുനിന്ന് വെള്ളം എടുത്തിട്ട് കുടിക്കുക. ഒഴിച്ചല്ല കുടിക്കുന്നത്, ചുണ്ടോട് ചേർത്ത് വെച്ചാണ് കുടിക്കുന്നത്. ആ ബാക്കി വരുന്ന വെള്ളം ആ ഫ്രിഡ്ജിനകത്ത് തന്നെ വയ്ക്കും. അടുത്ത ആൾ വരുമ്പോൾ ഇതാണ് കുടിക്കുന്നത്. ഒരു ആളുടെ വായ്ക്കകത്താണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയ ഉള്ളത്. അപ്പം അതുവഴി പല അസുഖങ്ങളും വരും. ഇത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരാനുള്ള പല കാര്യങ്ങളിലൊന്നാണ്. അസുഖം വരിക എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ടല്ലോ. ഈ നെഗറ്റീവ് എനർജി ഈ വീട്ടുകാർ തന്നെ കാണിച്ചു കൊടുക്കുന്ന ഇതാണ്. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ വായ്ക്കകത്ത് അത്രയും ബാക്ടീരിയ കാണത്തില്ല. ഒരു പ്രായപൂർത്തി ഒരാളടുത്താണെങ്കിൽ കൂടുതൽ ബാക്ടീരിയ കാണും. അവർ കുടിച്ച അതേ വെള്ളം ഇതാണ് കുഞ്ഞ് കണ്ടുപിടിക്കുന്നത്. കുഞ്ഞു വന്നു കഴിയുമ്പോഴത്തേക്ക് ദാഹിക്കുമ്പോൾ ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ആ വെള്ളം തന്നെയാണ് കുടിച്ചു, ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കുന്ന ആ സ്വഭാവമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഹൈജീനിക്കിൻ്റെ കാര്യമെന്ന് നമ്മൾ പൊതുവേ പറയുകയാണെങ്കിൽ പോലും ഇത് പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. നമുക്ക് എന്തായാലും തിരിച്ചു വരാം. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയൂ. എവിടെയാണ് വിളിക്കുന്നത്? ശരി, പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത്? ഡേറ്റ് ഓഫ് ബർത്ത് 17 മാർച്ച് 1972. സമയം, സ്ഥലം? സമയം, സ്ഥലം? സ്ഥലം പത്തനംതിട്ട. സമയം 6:50 AM. 1972 മാർച്ച് 17, 6:50 AM, പത്തനംതിട്ട. സ്ഥലം പത്തനംതിട്ട. ടി വിയിൽ നോക്കാതെ ഫോണിൽ മാത്രം ശ്രദ്ധിക്കുക. രേവതിയാണോ? അതെ. എന്താ അറിയണ്ടേ? യോഗം അറിയണം, ബിസിനസ്സിന് വല്ല പറ്റിയ സമയമാണോ അറിയണം. ഇതിനകത്ത് നല്ല 2 യോഗങ്ങളുണ്ട്. ഒന്ന് ഗജകേസരി യോഗം, ഒന്ന് ഹംസയോഗം. ഇത് രണ്ടും വളരെ നല്ല യോഗങ്ങളാണ്. ഗജകേസരി യോഗമുള്ള രാജതുല്യം 80 വയസ്സിന്മേൽ ജീവിക്കണമെന്നാണ്. ഹംസയോഗമുള്ളവർ ധനപരമായിട്ട് ഏറ്റവും ഉയർച്ച ഉണ്ടാകണമെന്നുള്ള ആണ് അതിൻ്റെ റിസൾട്ട്. ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷം ഇത് നാൾക്ക് നാൾ വർദ്ധിക്കുക എന്നുള്ളതാണ്
അംശയോഗത്തിൻ്റെ ഫലം. ഈ യോഗങ്ങളുടെ ഫലങ്ങളെല്ലാം എല്ലാവർക്കും 42 വയസ്സ് മുതൽ തുടങ്ങി 45 വയസ്സിന് ശേഷം മാത്രമേ അത് പരിപൂർണമായിട്ട് ലഭിക്കുകയുള്ളൂ. ഏർലി ഏജസിലൊന്നും ഈ യോഗങ്ങളുടെ ഫലങ്ങൾ ആർക്കും തന്നെ ലഭിക്കുകയില്ല. പിന്നെന്താ അറിയണ്ടേ? ബിസിനസ് തുടങ്ങാൻ പറ്റിയ സമയമാണോ അത്? ഇപ്പോൾ ഏതായാലും ബിസിനസ് പറ്റിയ സമയമാണ്. കാരണം ഇപ്പം കണ്ടശനിയോ അഷ്ടമത്തെ ശനിയോ ഒന്നും ഇല്ല. പക്ഷേ ഇതിനകത്ത് ഭാഗ്യത്തിൻ്റെ കുറവ് കാണുന്നുണ്ട്. ഭാഗ്യത്തിൻ്റെ അധിപനായ ചൊവ്വ നിൽക്കുന്നത് ഗുളിയൻ എന്ന് പറഞ്ഞ നീചഗ്രഹത്തിൻ്റെ കൂടെയാണ്. ഒരു ഭാഗത്ത് ശനിയും ഒരു ഭാഗത്ത് സൂര്യനും ഒക്കെ നിൽക്കുന്നു. അതുകൊണ്ട് ചൊവ്വയുടെ ഒരു രത്നം ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. മതപരമായ കാര്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതായിരിക്കും. ചൊവ്വയുടെ രത്നമായ റെഡ് കോറിൽ 4 തൊട്ട് 5 വരെ കാരറ്റ്, വലത്തെ കയ്യിൽ ചെറിയ വിരൽ ചൊവ്വാഴ്ച സൂര്യൻ ഉച്ച 1 മണിക്കൂർ മുതൽ ധരിച്ചു തുടങ്ങുക. ഇപ്പം ബിസിനസ് തുടങ്ങാമെന്നാണ് ഞാൻ പറഞ്ഞത്. ശനിയുടെ ദോഷമൊന്നുമില്ല. പക്ഷേ ആകെ ഇതിനകത്തുള്ള പ്രശ്നം ഇതിനകത്ത് ഇപ്പോൾ ഭാഗ്യക്കുറവാണ്. അപ്പം അതിന് വേണ്ട പരിഹാരം ചെയ്താൽ മതി. ഇതിനകത്ത് ലിക്വിഡ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാം, ഫോർ എക്സാമ്പിൾ മെഡിസിൻ ഇതിനകത്ത് ഏറ്റവും നല്ലതാണ്. പിന്നെ റെസ്റ്റോറൻറ്റ് ബിസിനസ്, ഗോൾഡ് ബിസിനസ്, ഇതെല്ലാം അനുകൂലമാണ്. അതിന് പ്രേക്ഷകന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രയെ നേരിട്ട് വിളിച്ചും കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയും. ഹലോ നമസ്കാരം. നമസ്കാരം, പേര് പറയും. ജെമിയാണ് വിളിക്കുന്നത്. ശരി, എവിടുന്നാണ് വിളിക്കുന്നത്? ദുബായിൽ നിന്ന് ജെമി. ഹസ്ബൻഡിന് വേണ്ടിയാണ്. ശരി, പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 2/10/1957. 5/7. സമയം 2:10/1957. ഓക്കെ. സമയം 2:42 ആഫ്റ്റർനൂൺ PM. ജനിച്ച സ്ഥലം? കേരള. കേരള എവിടെ? അതെ, കേരള. എവിടെ? ഉത്രാടം. കേരളത്തിൽ എവിടെയാണ്? കേരളത്തിലെ കൊയിലോൺ ഡിസ്ട്രിക്ട്. ഓക്കെ, ഉത്രാടം. അതെ. ഇപ്പോഴത്തെ സമയം അറിയണം. ഇപ്പം ഏതായാലും ശനിയുടെ ദോഷമൊന്നുമില്ല, വ്യാഴം അനുകൂലമാണ്. പിന്നെന്താ അറിയണ്ടേ? ഇതിനകത്ത് നല്ല വ്യാഴം ഈ 15/7/2015 വരെ വ്യാഴം അനുകൂലമാണ് ഗോചരത്തിൽ. ഗോചരം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഗ്രഹനില അനുസരിച്ച്. അതുപോലെ ഇതിനകത്ത് നല്ലൊരു യോഗമൊക്കെ ഉണ്ട്. മാളവീയ യോഗം എന്നൊക്കെ പറഞ്ഞൊരു യോഗമുണ്ട്. ശുക്രൻ എൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ലഗ്നത്തിൽ നിന്ന് 10-ൽ നിൽക്കുന്നതുകൊണ്ടാണ് മാളവീയ യോഗം. മാളവീയ യോഗം ഇനിയിപ്പം ത്രൂ ഔട്ട് ലൈഫുണ്ട്. ഈ ഇപ്പം 42 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയതുകൊണ്ട് ഇതിനകത്ത് ബുധനാണ് ഏറ്റവും അനുകൂലമായ. അതിൻ്റെ കാരണം ഭാഗ്യക്കുറവാണ്. ഇതിനകത്ത് നിങ്ങളുടെ ഈ ജാതകത്തിൽ ബുധനാണ് ഭാഗ്യത്തിൻ്റെ അധിപൻ. ബുധൻ നിൽക്കുന്നത് സൂര്യൻ, ചൊവ്വ എന്ന് 2 നീചഗ്രഹങ്ങളുടെ കൂടെയാണ്. സൂര്യൻ്റെ കൂടെ ഏത് ഗ്രഹം നിന്നാലും അതിന് മങ്ങൽ സംഭവിക്കും. അപ്പം ബുധൻ്റെ ഒരു രത്നം ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതായത് ബുധഗ്രഹത്തിൻ്റെ പച്ച രശ്മി നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഓറയിൽ കുറവാണ്. അപ്പോൾ ആ ഓറയിൽ അതാണ് മരതകം ധരിക്കുക. ബുധൻ്റെ മരതകം എമറോൾഡ് ധരിക്കുക. അത് ഭാഗ്യരത്നമാണ്. അത് 3 തൊട്ട് 4 വരെ കാരറ്റ് ധരിക്കുക. അത് വലത്തെ കയ്യിൽ ചെറിയ വിരലിൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. അത് തലേദിവസം പാലിട്ട് ശുദ്ധീകരിക്കണം. വേണ്ട, അന്ന് ആദ്യമായിട്ട് ധരിക്കുമ്പോൾ ഇങ്ങനെ ധരിച്ച് തുടങ്ങണം. പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ധരിക്കുക. പെർമനന്റ് ആയിട്ട് ഇടുക. ത്രൂ ഔട്ട് ലൈഫ് ധരിക്കേണ്ടതാണ്. ഹെൽത്തിനകത്ത് ശനി അനുകൂലമായ സ്ഥാനത്ത് കൊണ്ട് വലിയ ഹെൽത്ത് പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല. എങ്കിലും ഈ അടുത്ത്
സെപ്റ്റംബർ 2017 മുതൽ ഇതിനകത്ത് ഏഴരശ്ശനി കാലമാണ്. ആ കാലഘട്ടത്തിൽ 7 വർഷം ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ലക്കി സ്റ്റോൺ ഇത് പറഞ്ഞു, ലക്കി കളർ പച്ച തന്നെ. പച്ച. ഓക്കെ. നമ്പർ 2 ഏറ്റവും അനുകൂലമായ നമ്പർ. ഇവിടെ എത്ര നാൾ നിൽക്കാൻ പറ്റും ഗൾഫിൽ? ഇതിനകത്ത് നല്ല യോഗങ്ങളൊക്കെ ഉണ്ട്. ഈ മാളവീയമുള്ള ആൾക്കാർ വളരെ ലക്ഷൂറിയസ് ആയിട്ടൊക്കെ ജീവിക്കണമെന്നാണ്. മാത്രമല്ല വിദേശ ബന്ധമുള്ള ഗ്രഹങ്ങളെല്ലാം അനുകൂല സ്ഥാനത്താണ്. അതുകൊണ്ട് കുറേ നാളുകൾ നിങ്ങൾ തീരുമാനിക്കുന്ന സമയത്തേ പോകാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ ദോഷങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഇപ്പോൾ പൊതുവേ ദോഷങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, വരാൻ പോകുന്നു ദോഷം കാലം. ഏഴശനി എന്ന് പറയുന്ന ദോഷകാലമാണ്, അത് വരാൻ പോകുന്നു. 2017 മുതൽ 7 വർഷം ശനി ദോഷകാലമാണ്. ജമിക്ക് മറുപടി ഇപ്പം ഈ 15/7/2015 മുമ്പ് വാങ്ങിക്കാം അല്ലെങ്കിൽ വിൽക്കാം. എന്തായാലും ജമിക്ക് കൂടുതൽ വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രയെ നേരിട്ട് വിളിച്ചും കൺസൾട്ടേഷൻ എടുക്കുക. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം, കോഹിനൂർ ജെംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയൂ. നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. നമസ്കാരം, പേര് പറയൂ. ഹലോ, എന്റെ പേര് ഗീത. ഗീത, എവിടുന്നാണ് വിളിക്കുന്നത്? പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത്? എന്റെ മോന് വേണ്ടിയാണ് വിളിക്കുന്നത്. പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് 1996 നവംബർ 19th. സമയം കാലത്ത് വെളുപ്പിന് 3:10. ജനിച്ച സ്ഥലം? പത്തനംതിട്ട. നക്ഷത്രം? ചതയം. ശരിയാണ്, ചതയം. എന്താണ് അറിയേണ്ടത്? വിദ്യാഭ്യാസവും പിന്നെ ഭാവി. പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ? അതെ. ഇപ്പം ശനിയുടെ ദോഷമുള്ള കാലഘട്ടമാണ്. അപ്പം പഠിത്തത്തിൽ അലസത, മടിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. എല്ലാ കാര്യങ്ങളും നീട്ടിവെക്കാനുള്ള സാധ്യതയുണ്ട്. ബുധൻ നിൽക്കുന്നത് സൂര്യൻ്റെ കൂടാണ്. സൂര്യൻ്റെ കൂടെ ഏത് ഗ്രഹം എന്നാലും കൂടെ നിൽക്കുന്ന ഗ്രഹങ്ങൾക്കെല്ലാം മങ്ങൽ സംഭവിക്കും. അപ്പോൾ ബുധന് മൗഢ്യം അല്ലെങ്കിൽ മങ്ങലുണ്ട്. ലഗ്നത്തിൻ്റെ അധിപനും ബുധനാണ്. അപ്പം ലഗ്നാധിപൻ്റെ രത്നമായ ബുധൻ അല്ലെങ്കിൽ വിദ്യാകാരകനായ ബുധൻ്റെ ഒരു രത്നം ധരിക്കുന്നത് നല്ലതാണ്. ഒരു 1.5 തൊട്ട് 2.5 വരെ കാരറ്റ് മരതകം വെള്ളി ലോക്കറ്റ് ധരിക്കും. ബുധനാഴ്ച രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ഇതിനകത്ത് ഭാവിയൊക്കെ വളരെ ശോഭനമാണ്. ശുക്രൻ എൻ്റെ സ്വന്തം ക്ഷേത്രത്തിലുണ്ട്. ഹംസയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. മരതകം, എമറോൾഡ്. അത് ലോക്കറ്റ് ധരിച്ചാൽ മതി. കൊച്ചുകുട്ടികൾ എപ്പോഴും ലോക്കറ്റ് ധരിക്കുന്നതാണ് നല്ലത്. വെള്ളി ലോക്കറ്റിൽ. ഭാവി കൂടെ ചോദിച്ചിരിക്കുന്നു, ഏത് വിഷയം കുട്ടികൾക്ക് പഠിക്കാം? കുട്ടിക്ക് കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ്, മാത്തമാറ്റിക്സ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും അനുകൂലമാണ്. അതുപോലെ BBA, MBA ഇതുപോലത്തെ സബ്ജക്റ്റുകളൊക്കെ ഏറ്റവും നല്ലതാണ്. പഠിപ്പിക്കാൻ, അതായത് അധ്യാപകനായിട്ട് ജോലി ഏറ്റവും നല്ലതാണ്. ഇഷ്ടമുള്ള കാര്യം. അപ്പം മെഡിക്കൽ എൻട്രൻസിനാണ് ഇപ്പൊ കോച്ചിങ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം അനുകൂലമായ കാര്യങ്ങളാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഹംസയോഗം എന്ന് പറഞ്ഞ നല്ലൊരു യോഗമുണ്ട്. ഹംസയോഗമുള്ള ആൾ ധനപരമായ ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷം ഇതെല്ലാം നാൾക്ക് നാൾ വർദ്ധിക്കുന്ന ഒരു യോഗമാണ്. വിവാഹത്തിന് ഒത്തിരി ആലോചനകൾ വേണ്ടി വരുമെന്നേ ഉള്ളൂ. നല്ല വിവാഹമായിരിക്കും. ഗീതയ്ക്ക് എന്തായാലും മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രയെ നേരിട്ട് വിളിച്ചും കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. വിളിച്ചതിൽ വളരെയധികം നന്ദി. സാധാരണ മരതകം ആരോഗ്യം, ബുദ്ധി, ചിന്താശക്തി, സുഖപ്രസവം, അങ്ങനെ അർഷസ്, ഇതൊക്കെ ഇത് തലവേദന, ഇതൊക്കെ പറ്റിയതാണെന്ന് കേട്ടിട്ടുണ്ട്. അത് ജനറലി 2 രീതിയിലാണ്. ജെം തെറാപ്പി അനുസരിച്ച് ഒരു കാര്യവും, അല്ലാതെ നമ്മൾ ജീവിതത്തിലുള്ള ഉയർച്ച, വിദ്യാഭ്യാസം, സ്കിൻ ഡിസീസിന് ഏറ്റവും നല്ലതാണ്. സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്കിന്നിൻ്റെ ബ്യൂട്ടി കൂട്ടാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ
ഒറേറ്റർ പ്രാസംഗികർക്ക് ഇടാൻ പറ്റിയ ഇതാണ്, അനുകൂലമാണെങ്കിൽ. അതുപോലെ എഴുത്തുകാർക്ക് ഏറ്റവും അനുകൂലമാണ്. അപ്പം മരുതകം ഒത്തിരി കാര്യങ്ങൾക്ക് അനുകൂലമാണ്. മെയിനായിട്ട് ആരോഗ്യം, സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും നല്ല മരുതകം നല്ലതാണ്. ശരി, നമുക്ക് തിരിച്ചു വരാം. നമസ്കാരം, കോഹിനൂർ ജെംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയൂ. ഹലോ, നമസ്കാരം. എന്താണ് പേര്? ജോയ്. ജോയ്. ഡേറ്റ് ഓഫ് ബർത്ത് 8/4/59. 59. 5/9 ആണോ? അതെ. സമയം, സ്ഥലം? സമയം രാവിലെ 4:30 ശേഷമാണ്. ജനിച്ച സ്ഥലം? പത്തനംതിട്ട. പത്തനംതിട്ട. അതെ. നക്ഷത്രം അറിയാമോ? നക്ഷത്രം രേവതി നക്ഷത്രം. രേവതിയാണ്. എന്താണ് അറിയേണ്ടത് ജോയി? പറഞ്ഞു. ഇപ്പോഴത്തെ സമയം അനുകൂലമാണോ എന്നറിയുക, എന്തെങ്കിലും ദോഷമുണ്ടോ, അതുപോലെ അസുഖങ്ങളുടെ എന്തെങ്കിലും ഉണ്ടോ, ശത്രുക്കളുണ്ടോ എന്നൊക്കെ അറിയാം. ശത്രുദോഷമൊന്നുമില്ല. ഇപ്പോഴത്തെ സമയം കണ്ടശനി, ഏഴശനി അതുപോലത്തെ കാര്യങ്ങളൊന്നുമില്ല. വ്യാഴം അനുകൂലമാണ് പൊതുവെ. പക്ഷേ വ്യാഴം 15 ജൂലൈ മുതൽ അനുകൂലമല്ലാതാകും. ആ സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാം. വ്യാഴം അനുകൂലം അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നത്തിന് വേണ്ടി ധനം ചിലവാക്കേണ്ടി വരും. 15/7 മുതലുള്ള ഒരു വർഷം അത്ര അനുകൂലമല്ല. പക്ഷേ ഇതിനകത്ത് യോഗങ്ങളൊക്കെ ഉണ്ട്. ഗജകേസരി യോഗമൊക്കെ ഉണ്ട്. സൂര്യന് 90% ബലമുണ്ട്. ജീവിതത്തിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന ജാതകമാണ്. ഇപ്പോഴെന്തെങ്കിലും പ്രതിസന്ധികളായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഇപ്പം ഇതിനകത്ത് ശുക്രൻ എന്താ ജോലി കാര്യങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും അനുകൂലമായിട്ട് പ്രതികൂലമായിട്ട് എന്തെങ്കിലും ജോലി സംബന്ധമായിട്ട് ഒരു ഇത് കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ഇതനുസരിച്ച്, ഇപ്പോഴത്തെ ഗ്രഹത്തിനനുസരിച്ച് ഒരു ചേഞ്ച് ഓഫ് പൊസിഷൻ എന്ന് വെച്ചാൽ ജോലി മാറ്റം, രാജ്യം മാറ്റം, വീട് മാറ്റം ഇങ്ങനെയൊക്കെ സംഭവിക്കാവുന്ന ഒരു സമയം കൂടാണ്. എന്തായാലും ജോയിക്ക് മറുപടി ലഭിച്ചെന്ന് തോന്നുന്നു. വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രയെ നേരിട്ട് വിളിച്ചു കൺസൾട്ടേഷൻ എടുക്കുന്നത് ഉചിതവുമായിരിക്കും. വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന, വാസ്തു, ഫാങ്ഷുയി സംബന്ധിച്ച ശാസ്ത്രീയമായ അറിവുകൾക്കും സംശയങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ തത്സമയം വിളിക്കാം. ഒരു ചെറിയ ഇടവേള നിങ്ങളുടെ